വൈകുന്നേരം ഇപ്പൊ സമയം 5 മണി ആവാനായി. നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. നമ്മളെല്ലാരും വലിയ പഴം വെച്ചിട്ടല്ല സ്നാക്സ് ഉണ്ടാക്കിയത്. പഴംപൊരിയാണ് സ്നാക്സ്. ചെറിയ പഴം വെച്ചിട്ടാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എന്താ പറയാ, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. ഇത് കുറച്ച് മൈദപ്പൊടി, അപ്പൊ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് മൈദപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പൊ ഇത് എല്ലാം കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കട്ടെ. എല്ലാവരും ഈ പഴംപൊരിയില് മുട്ടയെല്ലാം ചേർത്തിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നത് കാണാം. ഞാനിതുവരെ മുട്ടയൊന്നും ചേർത്തിട്ടില്ല. ഇത് മുട്ട ചേർക്കാത്ത പഴംപൊരിയാണ്. നമുക്ക് പഴം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. 3 എണ്ണമായിട്ട് കട്ട് ചെയ്യാം. 1 നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ നല്ല വൃത്തിയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് പഴംപൊരി ഉണ്ടാക്കാം. ഇത് കുഞ്ഞി പഴംപൊരിയാണ്, വെറൈറ്റി പഴംപൊരി. അപ്പൊ ഞാനെന്റെ ഗ്യാസ് അവിടുന്ന് ഇവിടത്തേക്ക് മാറ്റി. അത് മാത്രമല്ല, ഇതിന്റെ സിലിണ്ടറെല്ലാം ഞാൻ പുറത്താക്കി. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി. ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാം, കൂട്ടുകയും തുറക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ ഇതിന്റെ കുറ്റി വെച്ചതെല്ലാം കാണിച്ചു തരാം. അപ്പൊ നമ്മളെ പഴംപൊരി ആവട്ടെ. ഇവിടെയാണ് ഞാൻ ഗ്യാസ് എല്ലാം ഫിറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി ഞാൻ ഒരു കൂട്ടെല്ലാം ആക്കിയിട്ടുണ്ട്. ലോക്കലിലിട്ടിട്ട് ഇപ്പൊ 2 കുറ്റി നമുക്കിപ്പോ ഇവിടെ വെക്കാം. അപ്പൊ ഫുൾ സേഫായി. ഇപ്പൊ ഇനി നമ്മളെ പഴംപൊരി നോക്കാം. ഒരു വക റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാ പഴംപൊരി ഞാൻ തിരിച്ച് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം നല്ലോണം മുരിഞ്ഞ്, ഇനി ഈ ഭാഗം കൂടി മുരിഞ്ഞ നമ്മുടെ സ്പെഷ്യൽ പഴംപൊരി റെഡിയാവും. അങ്ങനെ എന്റെ സ്വാദിഷ്ടമായ കുഞ്ഞി പഴംപൊരി റെഡിയായി. അപ്പൊ ഇതിന്റെ ബാക്കി വന്ന മാവില് ഞാന് കുറച്ച് പഴം നല്ലോണം മിക്സ് ചെയ്ത് ഇനി ഇതിനെ കൊണ്ട് നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ഒരു വെറൈറ്റി പഴത്തിനെ കൊണ്ടുള്ള ഒരു നെയ്യപ്പം, പഴനെയ്യപ്പം. പഴനെയ്യപ്പം റെഡിയായി. അപ്പൊ അങ്ങനെ എന്റെ 4 മണി ചായയും തട്ടിക്കൂട്ട് സ്നാക്സും. 4 മണിയല്ലേ ഇപ്പൊ സമയം, 5 മണി കഴിഞ്ഞ്. പിന്നെ തട്ടിക്കൂട്ട് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചായ റെഡി ആക്കട്ടെ. അങ്ങനെ എന്റെ ഗ്രീൻ ടീ, പിന്നെ അല്ലൂട്ടന്റെ ചായ. അപ്പൊ നല്ല എന്താ പറയാ, നല്ല മഴക്കാറുണ്ട്. അപ്പം മഴ പെയ്യാനുള്ള നല്ല സാധ്യത. അപ്പൊ ആ മഴയത്ത് നല്ല കട്ടൻ ചായയും പിന്നെ എൻ്റെ തട്ടിക്കൂട്ട് സ്നാക്സും. അടിപൊളിയായിട്ടാ, നല്ല രസമുണ്ട്.